ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റെസിപ്പി എന്ന് പറയുന്നത് പാവ് ഭാജിയുടെയാണ് കേട്ടോ. ഇതുവരെ ഞാൻ ട്രൈ ചെയ്യാത്തൊരു റെസിപ്പിയാണിത്. ഫസ്റ്റ് ടൈമാണ് വീട്ടിലുണ്ടാക്കുന്നത് തന്നെ. മുമ്പ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെയും അത് വീട്ടിൽ ഞാൻ തയ്യാറാക്കിയിട്ടില്ല. അപ്പോൾ കുട്ടികൾക്ക് ക്ലാസ് തുടങ്ങിയ കാരണം അവർക്ക് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് കൊണ്ടുപോകണം അത്രേ. അപ്പോൾ അങ്ങനെ മോൻ പറഞ്ഞതാണ് പാവ് ഭാജി വേണമെന്ന്. പിന്നെ അറിയില്ല എന്നൊരു പറയാൻ നമുക്ക് ഓപ്ഷൻ ഇല്ലല്ലോ ഇപ്പോൾ യൂട്യൂബ് ഉള്ള കാരണം കൊണ്ട്. ഏതിൻ്റെ റെസിപ്പി അതിൽ നോക്കിയാൽ കിട്ടുമല്ലോ. അങ്ങനെ കണ്ടു നോക്കി എൻ്റേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയ ഒരു ഭാജിയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം. കുക്കർ അടുപ്പത്ത് വയ്ക്കുക, അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുക. ഞാൻ പ്ലെയിൻ ബട്ടറും ഗാർലിക് ബട്ടറും ചേർത്തിട്ടുണ്ട്. അതിനുശേഷം സവാള ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയ ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് 2-3 എണ്ണം അതരിഞ്ഞത് ചേർക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് അതൊന്ന് മൂപ്പിക്കുക. പിന്നെ ഇപ്പോൾ ചേർത്ത ഇൻഗ്രീഡിയൻ്റ് ഉണ്ടല്ലോ, ഫസ്റ്റ് ചേർക്കേണ്ടതാണ് കേട്ടോ ജീരകം. അതിനുശേഷം നമുക്ക് പാവ് ഭാജിയുടെ മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ നന്നായിട്ട് അരച്ചിട്ടേ അതൊന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കുക, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഇനി നമുക്ക് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ച് ചേർക്കാം. വെജിറ്റബിൾസ് ക്യാപ്സിക്കം, പൊട്ടറ്റോ, അതുപോലെ തന്നെ ഗ്രീൻ പീസ് മറ്റേ ഉണക്ക ഗ്രീൻ പീസ് ഉണ്ട്, തലേ ദിവസം കുതിർത്ത് പിറ്റേ ദിവസം അത് ഞാനൊന്ന് വേവിച്ചിട്ടാണ് ചേർക്കുന്നത്. ഇതിന് പുറമേ നമുക്ക് ക്യാരറ്റ്, ബീൻസ്, കോളിഫ്ലവർ ഒക്കെ ചേർക്കാം കേട്ടോ. ക്യാരറ്റും ബീൻസും ഈ സമയത്ത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. കോളിഫ്ലവർ ഉണ്ടായിരുന്നു, പക്ഷേ അത് എൻ്റെ വീട്ടിലൊരാൾക്ക് അലർജി ഉണ്ട്, അതുകൊണ്ട് അത് ഞാൻ ചേർത്തിട്ടില്ല. അതിനുശേഷം ഒരു നാരങ്ങയുടെ പകുതി അതൊന്ന് നന്നായിട്ട് പിഴിഞ്ഞൊഴിക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഉപ്പ് നോക്കണം ഈ സമയത്ത്. ഉപ്പ് നോക്കി ഇനി അടച്ചു വെച്ച് ഒരു 3-4 വിസിൽ വരുത്താം. അതിനുശേഷം തുറന്നിട്ട് അതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് മല്ലിച്ചെടിയും കൂടി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മളുടെ ഭാജി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇതിനിടയ്ക്കൂടെ ബട്ടറും ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മോന് മതിയായില്ല, അത് ഞാൻ അവനെ ടിഫിൻ ബോക്സിലാക്കുമ്പോൾ പറയായിരുന്നു, അമ്മ ബട്ടർ ഇത്രയും കൂടി വേണം കേട്ടോ, നന്നായി തെളിഞ്ഞ് നിൽക്കണം, ബട്ടറിൻ്റെ ടേസ്റ്റ് വേണം ഇതിൽ എടുത്ത് നിൽക്കാനായിട്ടെന്നൊക്കെ പറയായിരുന്നു. അവനൊന്ന് കറക്റ്റ് ഇതിൻ്റെ ടേസ്റ്റൊക്കെ അറിയാം. അപ്പോൾ എന്തായാലും എൻ്റെ പാവ് ഭാജി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ രീതിയിലുള്ള പാവ് ഭാജിയുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.